ആമേൻ, സ്തോത്രം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ച് അവൾ ക്ഷണത്തിൽ നിവർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ, സ്തോത്രം. 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുവാൻ സാധ്യമാകുന്നത് ഈ ശബത്തിൽ നടന്ന സംഭവത്തെ ഓർത്ത് ഭാരപ്പെട്ട് വിഷമിച്ച് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന പരീശന്മാരുടെ ഒരു കൂട്ടത്തെയാണ് കാണുന്നത്. ആമേൻ, സ്തോത്രം. അവർ യേശുവിനോട് ആർഗ്യൂ ചെയ്യുവാനും ഒക്കെ തുടങ്ങി. അവർ പറഞ്ഞു, ഇത്രയും ദിവസങ്ങളുണ്ട്, ഈ ശനിയാഴ്ച മാത്രം അല്ലെങ്കിൽ ശബത്തിൽ മാത്രം എന്തിനാ ഈ പ്രവൃത്തി ചെയ്ത്? ഇതിൻ്റെ ഇടയിലെല്ലാം സമയമുണ്ടെന്ന് പറയും എന്ന് അവർ ചോദിക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവുമായി അവരൊരു വലിയ വാഗ്വാദത്തിൽ അവർ ഏർപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നു. എന്നാൽ യേശു ഒരു നല്ല മറുപടി കൊടുക്കുകയും അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: അവനിത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ച് അവൻ ആ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ആമേൻ, സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത് ഈ ബൈബിൾ സ്റ്റഡിയിൽ അല്ലെങ്കിൽ ഈ വേദഭാഗത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് യേശു ശബത്തിൽ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അതിനകത്തൊരു വലിയ ഒരു മെസ്സേജ് ഉണ്ട്. യേശു ശബത്തിൽ ഒരു പള്ളിയിൽ. ആമേൻ. അതൊരു മെസ്സേജാണ്. യേശു ശബത്തിൽ ഒരു പള്ളിയിൽ. പ്രൈസ് ഗോഡ്. യേശു ശബത്തിൽ ഒരു ഗ്രാമത്തിൽ എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. യേശു ശബത്തിൽ ഒരു മോളിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശു ശബത്തിൽ ഒരു സിനഗോഗിൽ, ഒരു പള്ളിയിൽ. പ്രൈസ് ഗോഡ്. ആമേൻ, സ്തോത്രം. യേശു ദൈവപുത്രനായിരുന്നിട്ടും, ആമേൻ, സ്തോത്രം, പരിപൂർണ ദൈവമായിരുന്നിട്ടും യേശു ക്രിസ്തു ഞായറാഴ്ചയായ സമയത്ത്, അല്ല അന്നത്തെ ശനിയാഴ്ചയായ സമയത്ത്, ശബത്തിൻ്റെ ദിവസം യേശു സമയം ചെലവഴിച്ചത് എവിടെയാണ്? ആമേൻ, പള്ളിയിലാണ്. ആമേൻ, സ്തോത്രം. We can see somebody who spent his Sunday in the church. Amen. Jesus did not spend his time in a village preaching. Rather, he spent his time in a church worshiping. Amen. സ്തോത്രം. Amen. Hallelujah. സ്തോത്രം. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത്, ഇറ്റ്സ് എ സൺഡേ, ഐ നോ, ബട്ട് ഐ ചോസ് ടു റീഡ്, ഐ ചോസ് ടു സ്റ്റേ ഹോം ആൻഡ് റീഡ് എ ബുക്ക് ഓർ ഹിയർ ആൻ ഓൺലൈൻ മെസ്സേജ്. ഞാൻ വീട്ടിലിരുന്ന് ഒരു ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈൻ മെസ്സേജ് കേൾക്കുകയോ ചെയ്തോളാം. എന്നാൽ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ചർച്ച് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. സംടൈംസ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകണോ അല്ലെ ആരാധനയ്ക്ക് പോകണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പല ചോയ്സുകളും കൊണ്ടുവന്നതിന് ശേഷമാണ്. എന്താ പറയുക, കുടുംബം, പിന്നെ മോള്, ഷോപ്പിങ്, ഗ്രോസറി, ഇതെല്ലാം വന്നതിന് ശേഷം ചർച്ചും അതിൻ്റെ ഒരു ഓപ്ഷനുകളിൽ ഒന്നാണ്, അല്ലേ? എന്നാൽ ചർച്ച് ഷുഡൻ ബി ഇൻ അവർ ഓപ്ഷൻസ്. Church is a must for the children of God, because church is an institution instituted by the Holy God. വിശുദ്ധനായ ദൈവം സ്ഥാപിച്ച സ്ഥാപനമാകുന്നു എന്ത്? സഭ എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. ഈ ഭൂമിയിൽ 3 സ്ഥാപനങ്ങളാണുള്ളത്. 1 കുടുംബം, 2 ഗവൺമെൻറ്, 3 സഭ. കുടുംബത്തിൽ നമ്മൾ വല്ലപ്പോഴും കയറി ചെല്ലുന്ന എല്ലാ ദിവസവും രാത്രി ചെല്ലണം. ആമേൻ. ഗവൺമെൻറ്റിനുള്ള ബന്ധത്തിൽ എല്ലാ ദിവസവും ദൈവമക്കളും എല്ലാവരും അക്കൗണ്ടബിൾ ആണ്. ടാക്സ് അടയ്ക്കേണ്ട സമയത്ത് അടയ്ക്കണം. അത് 2 മസ്റ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ആമേൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വിവരം അറിയും. എന്നാൽ ദൈവസഭ പലപ്പോഴും ഓപ്ഷനുകളിൽ അകപ്പെടുകയാണ്. ആമേൻ. എന്നാൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം, church should not be an option for the children of God. It's an institution and we must respect the body of the believers. Amen. We should respect the body of Christ. Amen. Church is an assembly. It's a divine institution. Amen. ഇവിടെ യേശു ക്രിസ്തുവിന് ചർച്ചിൽ പോകണ്ടാത്ത എല്ലാ മുഖാന്തരങ്ങളും ഉണ്ടായിരുന്നു. ഒരു പ്രധാന മുഖാന്തരം എന്ന് പറയുന്നത്, ചർച്ചിൽ വന്ന ഉടനെ യേശു ക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടർ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഉടനെ എന്ത് ചെയ്യുക? വിമർശിക്കാൻ വേണ്ടി ഒരു കൂട്ടർ തന്നെ യേശുവിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇമേൻ. യേശുവിന് വേണേൽ പറഞ്ഞ അവിടെ ചെന്നാൽ ഞാൻ ചെയ്യുന്നത്, നോക്കുന്നത്, പിടിക്കുന്നതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുവാനും എന്നെ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള പരീശന്മാരും സാധുക്യരും എല്ലാം ഇവിടെയുണ്ട്, ഞാൻ പോകുന്നില്ലെന്ന്. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ സാധുക്യരെ കാണാനോ പരീശന്മാരെ കാണുവാനല്ല പോകുന്നത്, ബട്ട് ഐ ആം ഗോയിങ് ടു ചർച്ച് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗോഡ് ഹിംസെൽഫ്. ആമേൻ, സ്തോത്രം. ഞാൻ ചർച്ചിൽ പോയില്ല പിന്നെ എങ്ങനെ എൻ്റെ ആടുകൾ പോകുന്നത്? ആമേൻ. യേശു നമുക്കൊരു മാതൃക കാണിച്ചു നൽകുകയാണ്. അപ്പോൾ യേശു ശബത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഉപദേശിച്ചു കൊണ്ടിരുന്നു. യേശു ശബത്തിൽ പള്ളിയിൽ പോവുക മാത്രമല്ലായിരുന്നു, മറിച്ച് അവിടെ എന്തും കൂടെ ചെയ്തു. He did something
that is assigned to him. അവനെ ഏൽപ്പിച്ചത് എന്ത് ചെയ്തു? അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു അവിടെ ചെയ്തു. യേശുവിൻ്റെ ഉപദേശത്തെ തിരസ്കരിക്കുന്നവരാണ്, വിമർശിക്കുന്നവരാണ് അവിടെ ഉള്ളതെങ്കിലും യേശു എന്ത് ചെയ്യുകയാണ്? അവിടെ യേശു ഉപദേശിക്കുന്ന ആ ശുശ്രൂഷയിൽ വിശ്വസ്തയോടുകൂടെ യേശു ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ യേശു ദൈവസഭയെ, ദൈവത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ ബഹുമാനത്തോടുകൂടെ കണ്ട യേശു ശബത്തിൽ വന്നപ്പോൾ ഇവിടെ മറ്റൊരു വ്യക്തിയും യേശുവിനെ ഈ ആലയത്തിൽ കണ്ടുമുട്ടുകയാണ്. ആമേൻ, സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണേ, യേശുവിന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചർച്ചിൽ നിന്നും ഓപ്റ്റ് ഔട്ട് ചെയ്യാമായിരുന്നു. ഇനി മറ്റൊരു സ്ത്രീയെ കാണാൻ സാധിക്കുന്നു. ഈ സ്ത്രീക്കും തീർച്ചയായിട്ടും ചർച്ചിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാമായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്തോ, 18 വർഷമായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. അവർ ചർച്ച ഒന്നില്ലെങ്കിലും ആരും ചോദിക്കുകയില്ല. ആമേൻ, സ്തോത്രം. It is better for her to stay home than to come to church and to be a bother for everybody. Amen. എന്നാൽ ഈ സ്ത്രീയും ഒരു തീരുമാനമെടുത്തു. എനിക്ക് നടക്കാൻ പ്രയാസമുണ്ട്, ഞാൻ നടക്കുന്ന ഒരു നാൽക്കാലിയെ പോലെയാണ്, ഞാൻ കൂനിയാണ് നടക്കുന്നത്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ദിവസമാകിയാൽ ഞാൻ ദൈവത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാൻ പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന 2 വ്യക്തി ജീവിതങ്ങളും വീട്ടിലിരിക്കുവാനും ചർച്ചിൽ വരുവാനും വേണ്ടാത്ത, നിർബന്ധം ഇല്ലാത്ത സാഹചര്യങ്ങളുടെ നടുവിൽ ആയിരിക്കുന്ന ഈ 2 ജീവിതങ്ങളും ദൈവസഭയിൽ വരുന്നതിന് വേണ്ടി, ചർച്ചിൽ പള്ളിയിൽ വരുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് പോകുന്നത്. ഷീ ഹാഡ് എ സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി ഫോർ ദ പാസ്റ്റ് 18 years. അതായത് ശരീരത്തിൻ്റെ വികൃതമായിട്ടുള്ള ആകൃതി മുഖാന്തരം കൂനിക്കൂടിയ ഒരു ജീവിതമാണത്. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണേ, കൂനിക്കൂടിയ ഒരു ജീവിതം. ഈ സ്ത്രീക്ക് ഭവനത്തിൽ ഇരിക്കാമായിരുന്നു, യേശുവിനും എവിടെയേലും ഭവനത്തിൽ ഇരിക്കാമായിരുന്നു. എന്നാൽ ഈ 2 പേരും ദൈവത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിച്ച് കർത്താവിൻ്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ വരുവാൻ തീരുമാനമെടുത്തതിനാൽ ആ തീരുമാനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടായി. Amen. The very act that you are in the church of God, amen, it is a sign, it is a way that God can do a miracle for you. നീ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഈ ഇരിക്കുന്നത് തന്നെ ദൈവത്തിന് അത്ഭുതം ചെയ്യാനുള്ള ഒരു മുഖാന്തരമാണ്. പ്രൈസ് ഗോഡ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആവശ്യത്തോടുകൂടെ വന്നിരിക്കുന്ന ആരെയും നമ്മുടെ കർത്താവ് വിടുകയില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഈ സ്ത്രീയെ നമ്മൾ നോക്കി, ഐ വാണ്ട് യു ടു ജസ്റ്റ് to look at this woman. നമുക്ക് ഈ സ്ത്രീയെ ഒന്ന് നോക്കാം. ഈ സ്ത്രീയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവളെ തന്നെ എടുത്തുയർത്തുവാൻ സാധ്യമാകുന്നില്ല. ആമേൻ. അവളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എടുത്തുയർത്തുവാൻ സാധ്യമാകുന്നില്ല. ഷീ cannot lift herself up. നമ്മൾ എന്തുകൊണ്ടാണ് 2 കാലം നടക്കുന്നത്? നമ്മുടെ തലയും നമ്മുടെ ശരീരവും നമുക്ക് എടുത്ത് ഉയർത്തുവാൻ നമ്മുടെ നടുവിന് ബലമുള്ളതുകൊണ്ടല്ലേ. ആ ബലം പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൂനിപ്പോകും. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷീ കനോട്ട് സ്റ്റാൻഡ് ഹെർ ഓൺ. ആമേൻ. 18 വർഷമായി ഇൻക്യൂറബിൾ ആയിട്ടുള്ള, അതായത് ഒരു വ്യത്യാസവും ഇനിയും ഈ സ്ത്രീക്ക് വരാനില്ല. അതിൻ്റെ ഒരു സൗഖ്യമില്ലാത്ത ഒരു രോഗത്തിൻ്റെ അടിമയാണ്. ആമേൻ. ഒരിക്കലും ഈ ഒരു അവസ്ഥയ്ക്ക് സൗഖ്യമുണ്ടാവുകയില്ല. കാരണം 18 വർഷമായി ഈ അവസ്ഥ അവളിൽ വളർന്ന് അവൾ തീരെ വികൃതയായിരിക്കുന്നു. ശ്രദ്ധിക്കണേ, സ്തോത്രം. ഇന്നലെയും ഇന്നും ഉണ്ടായതല്ല. 18 വർഷങ്ങൾക്ക് മുമ്പ് ചെറുതായി തുടങ്ങിയ ഈ കൂന് 18 വർഷങ്ങളിലായി അവൾ ഇത് അനുഭവിച്ച് അവളുടെ ശരീരം ആ കൂനാവുന്നത്രയും കൂനി അവൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഷീ വാസ് ഡിഫോംഡ്. അവളുടെ ശരീരത്തിൻ്റെ ആകൃതി എന്ത് ചെയ്തു? അത് അവൾക്ക് നഷ്ടപ്പെടുകയാണ്. സ്തോത്രം. ഇവിടെ ദൈവമക്കളെ, മനുഷ്യനെ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത് 2 കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അവർ ഓണർ. എന്താണ് മനുഷ്യനെ മൃഗങ്ങളെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത്? നമുക്ക് 2 കാലം നടക്കാമെന്നുള്ളത് അല്ലേ. മൃഗങ്ങളെ സംബന്ധിച്ച് നടക്കാൻ പറ്റുമോ? കങ്കാരികളെയൊക്കെ നമ്മൾ കാണും ചിലപ്പോൾ പടത്തിൽ. 2 കാല് കുറച്ചോടും പിന്നെ പെട്ടെന്ന് താഴേക്ക് വീഴുന്ന കാണാം അല്ലേ. അല്ലെ എന്തെങ്കിലും പഠിപ്പിച്ച ചില മൃഗങ്ങളെ നോക്കുകയാണെങ്കിൽ 2 കാലം കുറച്ചു നേരം നടക്കും. എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് 4 കാലിലോട്ട് വീഴുന്ന കാണാം അല്ലേ. മനുഷ്യൻ്റെ ബഹുമാനം എന്ന് പറയുന്നത് 2 കാലം നമുക്ക് നടക്കാൻ പറ്റിയ ഈ ഭാഗ്യമാണ്. സ്തോത്രം.
ആമേൻ, ഹല്ലേലൂയ. മറ്റൊരു ജീവിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? പക്ഷികളെ നമുക്ക് കാണാം, അവർക്ക് നമ്മളുടെ അത്രയും ബഹുമാനമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ആ 2 കാലുകളിൽ അവൻ ഓടി. ആമേൻ, സ്തോത്രം. പക്ഷികൾ ഒരു സമയം കഴിയുമ്പോൾ പറക്കണം. ആമേൻ. എന്നാൽ നമുക്ക് പറക്കേണ്ട ആവശ്യമില്ല. ഈ കാലുകളിൽ തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു ഭാഗ്യം നമ്മളുടെ ഒരു ബഹുമാനമാണ്. എന്നാൽ ഈ സ്ത്രീക്ക് ആ ബഹുമാനമാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. പ്രൈസ് ഗോഡ്. അവൾ നടന്നു നീങ്ങുന്ന സമയത്ത് അവൾക്ക് നഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവളുടെ ബഹുമാനമാണ്. പ്രൈസ് ഗോഡ്, സ്തോത്രം. അവൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അനുഗ്രഹം, അവൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ബഹുമാനം അവൾക്ക് കിട്ടാതെയായി 18 വർഷമായി ഈ സ്ത്രീ ഭാരപ്പെട്ട് ഇവൾ നീങ്ങുകയാണ്. Yet she was in the synagogue, amen, on the day of the Lord. Amen, സ്തോത്രം, ഹല്ലേലൂയ. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സിനഗോഗിൽ വരിക എന്ന് പറയുന്നത് അവൾ എടുത്തു വെക്കുന്ന ഓരോ കാലുകളും അവൾക്ക് പെയിൻഫുൾ ആയി തീരുന്നിരിക്കുകയാണ്. Amen. Her every action that she is doing is painful for her. But this lady decided one thing: I am going to carry all my burden. I am going to carry all my pain. I am going to carry all my dishonor. I am going to carry all the shame that I have into the presence of God. എൻ്റെ ബഹുമാനക്കുറവും എൻ്റെ വേദനയും എൻ്റെ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥകളും ഇതെല്ലാമായി ഞാൻ ദൈവൻ്റെ അപ്പൻ്റെ അടുത്ത് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, hallelujah. You know, this lady, she did not have any expectation for healing. നമുക്ക് ആ പദം ഒന്ന് പറയാം, എക്സ്പെക്ടേഷൻ. അവൾക്ക് സൗഖ്യം എന്നുള്ളൊരു പ്രതീക്ഷ അവളുടെ മുമ്പിലില്ല. കാരണം 18 വർഷമായി ഷീ ഈസ് യൂസ്ഡ് ടു ഇറ്റ്. ആമേൻ, സ്തോത്രം, ആമേൻ. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ആരോടും ചോദിക്കുന്നുമില്ല, യേശുവിനോടും ചോദിച്ചില്ല എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. പ്രൈസ് ഗോഡ്. She did not make an application for healing. Amen. Like other people who are healed. ആരും ഇവളോട് എന്ത് ചെയ്തിട്ടില്ല, യേശുവിനോട് ഇവൾ ആരോടും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. She is just worshiping God even though she is going through all these problems. Amen. That is one lesson that we need to learn, is that we need to learn to worship God even in the midst of any dirty circumstances that we are going through. നമ്മൾ എന്തെല്ലാം വൃത്തിഹീനമായിട്ടുള്ള ബഹുമാനക്കുറവുള്ള അവസ്ഥകളിലൂടെ നമ്മൾ പോയാലും നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവമക്കൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. പ്രൈസ് ഗോഡ്. ഈ സ്ത്രീക്ക് സൗഖ്യത്തിന് മുമ്പ് അവൾ പഠിച്ച ഒരു പാഠമുണ്ട്, കർത്താവിനെ ആരാധിക്കുക എന്നുള്ള പാഠം. പ്രൈസ് ഗോഡ്. ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. സൗഖ്യത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പഠിക്കേണ്ട പാഠം നമ്മുടെ കർത്താവിനെ ആരാധിക്കുക എന്നുള്ള പാഠമാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് എങ്ങനെയാണ്? യേശു അവളെ കണ്ടിട്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ഇങ്ങനെയാ പറഞ്ഞത്, ക്രൈസ്റ്റ് ലിഫ്റ്റഡ് ഹെർ ഹെഡ് അപ്പ്. യേശു അവളുടെ തലയെ ഉയർത്തത്തക്ക രീതിയിൽ അവൾക്ക് ഒരു വിടുതലുണ്ടായി. പ്രൈസ് ഗോഡ്. ആമേൻ, സ്തോത്രം, ആമേൻ. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ സ്ത്രീക്ക് അവളുടെ സ്വന്തം തല അവൾക്ക് തന്നെ ഉയർത്തുവാൻ സാധ്യമായി. ഷീ ക്യാൻ ലിഫ്റ്റ് ഹെർ ബോഡി അപ്പ്. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ ശരീരത്തെയും അവളുടെ തലയെയും ഉയർത്തുവാൻ സാധ്യമായി തീർന്നു ഇപ്പോൾ. ആമേൻ, സ്തോത്രം. The power of Christ is superior to any power that you are under right now. ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക, നീ ഇന്നായിരിക്കുന്ന എല്ലാ ശക്തികളെക്കാളും അതീതമായിട്ടുള്ള ശക്തിയാണ് യേശുവിൻ്റെ ശക്തി. ആമേൻ. ഇവിടെ പറഞ്ഞിട്ടുള്ള she was possessed by this infirmity. അതെ, അവള് ഇൻഫർമിറ്റി എന്ന് പറയുന്ന ഈ രോഗത്തിന്റെ ആത്മാവിനാൽ അവൾ ബാധിതയായിരിക്കുകയാണ്. എന്നാൽ യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, ഈ രോഗബന്ധനം എന്ത് ചെയ്തിരിക്കുന്നു? അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ അവൾക്ക് സൗഖ്യമുണ്ടായി. പ്രൈസ് ഗോഡ്. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ, ബാക്കി പറ, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥരെയും വിധവമാരെയും സംരക്ഷണ ചെയ്യുന്നു. ഇന്ന് ദൈവസന്നിധി വന്നിരിക്കുന്ന പൈതലെ, നിന്റെ തലയെ ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. ആമേൻ, സ്തോത്രം. നിനക്ക് തന്നെ നിന്റെ അവസ്ഥകളെ ഉയർത്തുവാൻ സാധ്യമാകാത്ത രീതിയിൽ നിന്റെ അവസ്ഥകൾ നിന്റെ നേരെ അതിഘനമായിരിക്കുമ്പോൾ യേശു നിന്റെ അവസ്ഥകളെ ഉയർത്തുവാൻ നിന്റെ ശരീരത്തിന് ശക്തി നൽകുന്ന ശക്തിയുള്ള യഹോവയാണ് നമ്മുടെ യഹോവ എന്നുള്ളത് മറന്നു പോകരുത്. അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനാണ്.
ബഹുമാനത്തെ മടക്കി നൽകുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലപ്പോഴും ശത്രുവായവൻ നമ്മളെ വെറും ഒരു മൃഗത്തെ പോലെ, ഒരു നാൽക്കാലിയെ പോലെ, നമ്മുടെ ഭാരങ്ങളെല്ലാം ചുമന്നുകൊണ്ട് നമ്മുടെ ബഹുമാനം നഷ്ടപ്പെട്ട്, നമ്മുടെ ആകൃതി നഷ്ടപ്പെട്ട് ഒരു മൃഗത്തെ പോലെ അലഞ്ഞു നടക്കുന്നതിന് വേണ്ടി ശത്രുവായവൻ പല ഹെവി ആയിട്ടുള്ള ബേർഡൻ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നിന്നെ തളർത്തുമ്പോൾ യേശു നിന്റെ ജീവിതത്തോട് അടുത്തു വരും. അവൻ നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഒന്നിൽ അടുത്തു വരും. അവൻ നിന്റെ രോഗത്തിന്റെ ബന്ധനത്തെ അഴിക്കും. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. ആമേൻ, സ്തോത്രം. യഥാർത്ഥമായും ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ഒരിക്കൽ കൂനന്മാരായിരുന്നു, കൂനികളായിരുന്നു. പ്രൈസ് ഗോഡ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പാപമെന്ന് പറയുന്ന ആ വലിയ കൂനിനാൽ ഈ ഭൂമിയിൽ ജനിക്കുന്നവരാണ് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും. ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും ജനിക്കുന്നത് കൂനികളും കൂനന്മാരുമായിട്ടാണ്. പ്രൈസ് ഗോഡ്, ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ പ്രൈസ് ഗോഡ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടിരിക്കുന്നത്: മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന, നാലുകാലിൽ നടക്കുന്ന, കൂനി നടക്കുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. 149:12 വാക്യത്തിൽ ഇങ്ങനെ സങ്കീർത്തനത്തിൽ പറയുന്നു: എന്നാൽ മനുഷ്യൻ ബഹുമാനത്താൽ നിലനിൽക്കുകയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. എത്ര ബഹുമാനമുണ്ടെങ്കിലും, എത്ര ശക്തി ഉണ്ടെങ്കിലും, യേശുവില്ലാത്തവർ എല്ലാവരും കൂനിയാണ് നടക്കുന്നത്. പ്രൈസ് ഗോഡ്, ആമേൻ, സ്തോത്രം. യേശുവില്ലാത്തവർ എല്ലാവരും കൂനിയാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. ആമേൻ, സ്തോത്രം. ഈ കൂനി നടക്കുന്നവരുടെ ജീവിതം അല്പമൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, പാപികളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ, അവർ മൃഗങ്ങളെപ്പോലെ നടക്കുമ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. ആമേൻ. മൃഗങ്ങളുടെ പ്രധാന സ്വഭാവം എന്താണ്? അവർ ഈ ഭൂമിയിലുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലേ? ഭൂമിയിലുള്ളത് മാത്രം, ഭക്ഷണവും ഇവിടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. യേശു ഹൃദയത്തിൽ ഇല്ലാത്തവർക്കാർക്കും നിത്യതയെ തല ഉയർത്തി നോക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. യേശു എൻ്റെ ഹൃദയത്തിൽ വന്നതിനാൽ ഞാൻ നിവർന്നു നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ സാക്ഷ്യം തന്നെ. ആമേൻ. യേശുവിനെ കൂടാത്തവരെല്ലാവരും ഈ ഭൂമിയുടെ കാര്യം ചിന്തിച്ച് ഈ ഭൂമിക്ക് വേണ്ടിയുള്ളത് ചിന്തിക്കുമ്പോൾ, യേശുവിൻ എൻ്റെ ഹൃദയത്തിലുള്ളതിനാൽ എൻ്റെ ഹൃദയത്തിൽ നിത്യതയുണ്ട്. എൻ്റെ തല ഉയർത്തി നോക്കുവാൻ, യഥാർത്ഥ ആകൃതിയിൽ നിൽക്കുവാൻ എനിക്ക് സാധ്യമായി തീരുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവം എന്നെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ആ ഇമേജിൽ, ദൈവത്തിൻ്റെ ആ സ്വരൂപത്തിൽ തന്നെ എനിക്ക് നിൽക്കുവാൻ സാധ്യമാകുന്നു. കാരണം യേശു എൻ്റെ ഉള്ളിലുണ്ട്. അവൻ എൻ്റെ ആകൃതി മാറ്റി, എൻ്റെ വികൃതി മാറ്റി, അവൻ എനിക്ക് യഥാർത്ഥമായിട്ടുള്ള ഫോം എനിക്ക് നൽകി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ മനുഷ്യൻ്റെ ഈ കൂനിനെ മാറ്റുവാൻ രോഗത്തിൽ ഒരു മരുന്നുമില്ല. പ്രൈസ് ഗോഡ്, ആമേൻ, സ്തോത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം 7:13 ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക, അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? പ്രൈസ് ഗോഡ്. നമുക്കൊന്ന് പറയാം: അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? പ്രൈസ് ഗോഡ്, ആമേൻ, സ്തോത്രം. ഈ ലോകത്തിന്റെ പാപത്താൽ വളയപ്പെട്ട എന്തെങ്കിലും അവസ്ഥകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ ലോകത്തിന്റെ സമ്മർദ്ദങ്ങളാൽ വളയപ്പെട്ട അവസ്ഥകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ ലോകത്തിന്റെ രോഗത്താൽ വളയപ്പെട്ട അവസ്ഥകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ബഹുമാനം നഷ്ടപ്പെട്ട അവസ്ഥ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതിനെ ആർക്ക് നേരെയാക്കുവാൻ സാധ്യമാകുമെന്ന് സഭാപ്രസംഗി ചോദിക്കുമ്പോൾ ദൈവവചനത്തിന് അതിന് ഉത്തരമുണ്ട്. കൂനിയായ സ്ത്രീയുടെ അവസ്ഥകളെ മാറ്റി അവൾക്ക് ജീവൻ നൽകിയ യേശുവിന് മാത്രമേ നിന്നെ നിവർത്തുവാൻ സാധ്യമാവുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. This lady chose to be in the presence of God. ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കളുടെ കൂനിലുള്ള അവസ്ഥകൾക്കെല്ലാം ദൈവസന്നിധിയിൽ പരിഹാരമുണ്ടെന്നുള്ളത് നമ്മുടെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. ഇവിടെ യേശു ക്രിസ്തു മുൻകൈ എടുക്കുകയാണ്. ഈ സ്ത്രീ അറിയുന്ന പോലുമില്ല. പുറകിൽ നിന്നതാ ഒരു ശബ്ദം: സ്ത്രീയെ നിൽക്കുക, ഞാൻ നിന്നെ സൗഖ്യമാക്കാം. ആത്മീയമായി നമുക്ക് നിവർന്നു നിൽക്കുവാൻ സാധ്യമായതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഏക കാരണം യേശു കർത്താവിൻ്റെ മുൻകൈയെടുക്കലാണ്. യേശു മുൻകൈയെടുത്തതിനാൽ എനിക്ക് സൗഖ്യമുണ്ടായി. ആമേൻ. ആത്മരക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാത്രമേ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് മാത്രമേ ഒരുവന് ആത്മരക്ഷ നൽകുവാൻ സാധ്യമാവുകയുള്ളൂ. ആമേൻ, സ്തോത്രം. ആകയാൽ ഇന്നത്തെ സന്തോഷ വാർത്ത ഇതാകുന്നു. ശ്രദ്ധിക്കുക, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന എല്ലാ കൂനിനും ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. You know, a lying spirit had almost convinced this woman that she can never stand on her feet.
ഒരു നുണയുടെ ആത്മാവ് ഈ സ്ത്രീയെ 18 വർഷമായി പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയായിരുന്നു. യാതൊരു കാരണവശാലും നീ 2 കാലിൽ എഴുന്നേറ്റ് നീ ബഹുമാനത്തോടുകൂടെ ഒരിക്കലും ഈ പള്ളിയിലേക്ക് നീ നടന്നു വരികയില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. 18 വർഷമായി ഒരു നുണയുടെ ആത്മാവ് ഈ സ്ത്രീ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലായി. ഓരോ പ്രാവശ്യം ചർച്ചയിൽ വരുമ്പോൾ അവളോട് പറയും, ഇതാണ് നിന്റെ ജീവിതം, ഇതിനപ്പുറം ഒന്നും സംഭവിക്കുകയില്ല, നിന്റെ കൂന് മാറുകയില്ല, ഒരിക്കലും ഇതിനകത്തൊരു വ്യത്യാസം വരികയില്ല, നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരികയില്ല, നിന്റെ അടുത്തുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കേ, അവർക്കുമില്ല കൂന്, നിനക്കുമില്ല കൂന്, ആകെ നിന്റെ കൂന് കൊണ്ട് നടന്നുകൊള്ളുക. ആമേൻ. സ്തോത്രം. ആമേൻ. ഈ ലോകത്തിൻ്റെ ഈ ശത്രുവായുവിന് എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ കടന്നു പോകുന്ന ആ അവസ്ഥ, നീ കടന്നു പോകുന്ന ആ ആത്മീയമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരിക്കലും ഒരു വിടുതലുണ്ടാവുകയില്ല. യു കനോട്ട് ഫോർഗീവ് ദാറ്റ് പേഴ്സൺ, യു കനോട്ട് സ്റ്റോപ്പ് ബീയിങ് ബിറ്റർ അഗെയിൻസ്റ്റ് ദാറ്റ് പേഴ്സൺ. എനിക്ക് ആ മനുഷ്യനോട് പൊറുക്കുവാൻ സാധ്യമാവുകയില്ല, എൻ്റെ മനസ്സിലെ കയ്പ് മാറുകയില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടൊന്നും ഓർക്കുകയില്ല, വലിയ കൊമ്പന്മാരായിട്ടുള്ള ആനകളെ ശ്രദ്ധിക്കുക. സർക്കസിൽ കൊണ്ടുവന്നതിന് ശേഷം അവർ കാട്ടിലായിരുന്ന സമയത്ത് വൻമരങ്ങളെ കുത്തിമറിച്ച കൊമ്പന്മാരായിട്ടുള്ള കാട്ടാനകളെ സർക്കസിൽ കൊണ്ടുവന്നതിന് ശേഷം ചെറിയൊരു തൂണിൽ കെട്ടിയിടുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആനകളെല്ലാം കെട്ടിയിടുന്നത് ചെറിയൊരു തൂണിലാണ്. പ്രൈസ് ഗോഡ്. ആ തൂണിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് നിന്നാൽ ഇളക്കാം. ആമേൻ. സ്തോത്രം. ഈ ആനയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ തൂണിനെ ഒന്ന് പിടിച്ച് പതുക്കെ ഒന്ന് വലിച്ചാൽ അതിന് ഊരിപ്പോരും. പ്രൈസ് ഗോഡ്. മനുഷ്യൻ ആണി കൊണ്ട് അടിച്ച സാധനമാണ്. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയോ ഈ ആനയ്ക്ക് ഈ തൂണിനെ ഇളക്കാൻ പറ്റാത്തത്? കാരണം അതിന് കൊടുത്ത ട്രെയിനിങ് ആണ്. പ്രൈസ് ഗോഡ്. കാരണം അതിനെ ആദ്യം വലിയ ഇരുമ്പ് കൊണ്ടുള്ള ഒരിക്കലും നീങ്ങാത്ത ഇരുമ്പിൽ അതിനെ തളച്ചിടും. അതിൽ നിന്ന് ഊരിപ്പോരുവാനുള്ള ശ്രമങ്ങൾ നാളുകളായി നടത്തും. എന്നാൽ നാളുകൾ പരിശ്രമിക്കുന്നതിന് ശേഷം ഈ ആനയ്ക്ക് മനസ്സിലാവും, ഈ തൂണിന് ഒരിക്കലും എന്ത് ചെയ്യല, ഒരിളക്കം സംഭവിക്കുകയില്ല, എൻ്റെ ഈ ചങ്ങലയും തൂണുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ ഇങ്ങനെ തന്നെ. അങ്ങനെ ഒരു മനസ്ഥിതി ആനയുടെ തലയിൽ കയറിയതിനാൽ ഈ ആനയെ ചെറിയൊരു കുറ്റിയിൽ വേണേലും എന്ത് ചെയ്യാം, തളച്ചിടാം. കുറ്റിയുടെ ശക്തിയല്ല ഇവിടെ പ്രധാനം, ആനയുടെ മനസ്സിലാണ് സ്വാതന്ത്ര്യമില്ലായ്മ. പ്രൈസ് ഗോഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിലുള്ള പല കൂനുകളുടെ പുറകിൽ നമ്മളുടെ ബന്ധനത്തിൻ്റെയോ പിശാചിൻ്റെയോ ശത്രുവിൻ്റെ തന്ത്രങ്ങളുടെ ശക്തിയോ അല്ല, ദൈവമക്കളുടെ മനസ്സിലായ്മ തന്നെയാണ്. ആമേൻ. സ്തോത്രം. ഞാൻ ഇങ്ങനെ തന്നെ. പ്രൈസ് ഗോഡ്. എനിക്കൊരു വ്യത്യാസമില്ല, എൻ്റെ ആത്മീയ ജീവിതം ഇങ്ങനെ തന്നെ, എൻ്റെ വായിൽ നിന്ന് വരുന്നത് ഇങ്ങനെ തന്നെ, എൻ്റെ കണ്ണിൽ കൂടെ കാണുന്ന ഇങ്ങനെ തന്നെ, എൻ്റെ തലയിൽ ചിന്തിക്കുന്ന ഇങ്ങനെ തന്നെ, ഇതല്ലാതെ വേറൊരു ജീവിതം എനിക്കില്ല എന്ന് പിശാച് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ യേശു ക്രിസ്തു കൂന് നിവർത്തുവാൻ വരുന്നു. അവൻ കൂനുള്ളവരെ സൗഖ്യമാക്കുവാൻ വരുന്നു. അവൻ ഈ സ്ത്രീയോട് പറയുകയാണ്, ഞാൻ നിന്നെ ഉയർത്തുവാൻ പോവുകയാണ്. സ്തോത്രം. 18 വർഷമായി ഈ സ്ത്രീയുടെ മേൽ വ്യാപരിച്ചിരുന്ന രോഗബന്ധനത്തിന് അവളെ ഒരു നിമിഷം കൂടെ പിടിച്ചു വെക്കുവാൻ സാധ്യമായില്ല. യേശു അവളെ സൗഖ്യമാക്കി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിന്റെ ഒരു വലിയ ടൂളാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറ്റി ഉയർത്തുക എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കണം. പിശാചിന്റെ ഒരു വലിയ ആയുധമാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റി ഉയർത്തുക എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അന്നേരം നോക്കിക്കേ, ഒരൊറ്റ ചെറിയൊരു വിശ്വാസം, ഒരൊറ്റ പ്രാർത്ഥനയാ നീങ്ങാവുന്നത്. പ്രൈസ് ഗോഡ്. ഒന്ന് മുട്ടയിലിരുന്നാൽ നീങ്ങാവുന്നത്. എന്നാൽ നിനക്ക് നീങ്ങുവാൻ സാധ്യമാകുന്ന കാര്യം വർഷങ്ങളായി നീ അത് അനുഭവിച്ച് അതിൽ നിന്ന് ഒരു വിടുതലിൽ നിന്ന് നീ തന്നെ വിശ്വസിച്ചിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ മുമ്പിലുള്ള ആ പർവ്വതം, നിന്റെ മുമ്പിലുള്ള ആ ശക്തി, അത് നീ ഉദ്ദേശിക്കുന്നത്ര ബലമൊന്നുമില്ല. നീ ചിന്തിക്കുന്ന അത്രയും പ്രശ്നമുള്ള സംഗതിയാണ്. നിന്നെ തകർക്കാൻ മാത്രം, നിന്റെ ബഹുമാനം തകർക്കുന്ന രീതിയിൽ ഉള്ള ശക്തിയാണ് നിന്റെ ദൈവമേ. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ തീരാവുന്നതേയുള്ളൂ. പ്രാർത്ഥനയാൽ നീങ്ങാത്ത ഒരു ശത്രുവിന്റെ ബന്ധനങ്ങളും ദൈവങ്ങളുടെ ജീവിതത്തിലില്ല. എന്നാൽ ദൈവങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ വിടുതലുണ്ടാവും, വിടുതൽ നടക്കുക തന്നെ ചെയ്യും. കൂന് നിവർത്തുവാൻ നമ്മുടെ യേശു കർത്താവ് കൂടിയുണ്ട്. അവൻ നമ്മളുടെ ഇടയിലുണ്ട്. അവൻ നമ്മളെ സൗഖ്യമാക്കുകയാണ്. എഫേസ്യർക്ക് ലേഖനം 4:22 ഇങ്ങനെ പറയുന്നു, പിശാചിനെ നീ എന്ത് കൊടുക്കരുത്, കുറ്റിയടിക്കുവാൻ ഇടം കൊടുക്കരുത്. അവൻ ഒരു ഇഞ്ച് സ്ഥലം കൊടുത്താൽ അവൻ ഒരു മൈൽ അവൻ എടുക്കും. പ്രൈസ് ഗോഡ്. ആമേൻ. സ്തോത്രം. Look at this woman.
മറ്റുള്ളവർ നോക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, എപ്പോഴും ചർച്ചയ്ക്ക് വരുന്നു. അവർക്ക് എന്നാ കുഴപ്പം? ആമേൻ, സ്തോത്രം. നമ്മൾ ഈ കാനഡയിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, രോഗികളാണെങ്കിലും നമ്മൾ പറയും യു ലുക്ക് ഗുഡ്, ആമേൻ, യു ആർ ഡൂയിങ് വെൽ. കാരണം നമ്മളൊരു ലിമിറ്റ് വെച്ചേക്ക് ഒരു മനുഷ്യന്റെ മേലെ, എന്നിട്ട് നമ്മൾ ആ ലിമിറ്റിൽ നീ ഗുഡാണ്, യു ആർ ഗുഡ് വിതിൻ യുവർ ലിമിറ്റേഷൻ, അല്ലേ? ഈ സ്ത്രീയെ നോക്കി ഒരു പക്ഷേ പലരും പറഞ്ഞു കാണും, യു ലുക്ക് ഗുഡ്, ആമേൻ, കൂനുണ്ടെങ്കിലും യു ലുക്ക് ഗുഡ്, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവർ നോക്കുന്ന സമയത്ത് ഈ സ്ത്രീ സുന്ദരിയാണ്, മനോഹാരിതയുണ്ട്, കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ കുറവില്ല, എല്ലാം ഓടി നടന്ന് ചെയ്യുന്നു. എന്നാൽ ഇവളെ ഉണ്ടാക്കിയ യേശു ഇവളെ നോക്കുന്ന സമയത്ത് യേശുവിനെ മനസ്സിലാകുന്നു, ഇവളുടെ ഉള്ളിൽ ഭാരമുണ്ട്, ഇവൾക്ക് കൂനുണ്ട്, ഇവളുടെ ഹൃദയത്തിൽ കണ്ണുനീരുണ്ട്, ഇവളുടെ ഹൃദയത്തിൽ കനലുണ്ട്, ഇവളുടെ ഹൃദയത്തിൽ കൊടുങ്കാറ്റുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കാം, ഞാൻ ഈ ശവത്തിൽ തന്നെ സൗഖ്യമാക്കും. ഇന്ന് സൗഖ്യമാക്കാത്ത ദിവസമാണ്, എന്നാൽ ഞാൻ നാളേക്ക് മാറ്റിവെക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ നിനക്ക് സൗഖ്യം തരും. ഇപ്പോൾ തന്നെ ഞാൻ നിന്റെ കുറ്റിയിൽ നിന്ന് നിന്നെ സ്വതന്ത്രയാക്കുവാൻ പോവുകയാണ്. Amen, hallelujah. Jesus can straighten every situation, dear brother. Jesus can straighten your family. Jesus can straighten your job. Jesus can straighten your messed up finance. Amen, hallelujah. ഈ വേദഭാഗത്തിന്റെ അവസാനം she went home praising, praise God. ഒന്നാമത്തെ കൂനിനെ യേശു ഒരൊറ്റ വാക്കുകൊണ്ട് സൗഖ്യമാക്കി. സൗഖ്യത്തോടെ ആരാധനയോടുകൂടെ ഈ സ്ത്രീ കടങ്ങിപ്പോയി. ഇനി രണ്ടാമത് ഒരു കൂട്ടം ആൾക്കാരുണ്ട്, മതത്തിന്റെ കൂന് പിടിച്ച മത്തന്മാര്. പ്രൈസ് ഗോഡ്. മതത്തിന്റെ കൂന് പിടിച്ചവര്, പരീക്ഷന്മാരായിട്ടുള്ളവർ പറയുകയാണ്, മതം എന്ന് പറയുന്ന ആ ഭാരം തലയിൽ വെച്ചുകൊണ്ട് മതത്തിന്റെ കൂന് പിടിച്ച പറയുക, ഹൗ കം യു ഡിഡ് ദിസ് ടുഡേ റൈറ്റ് നൗ, യു കുഡ് ഹാവ് വെയിറ്റഡ് വൺ മോർ ഡേ. എന്തിനാ നീ ഇപ്പൊ ചെയ്തത്? നിനക്ക് നാളെ ഇവിടെ കാണരുത്, നാളെ സൗഖ്യമാക്കിയ പോരായിരുന്നു. ഒരു കൂനിനെ ദൈവം സൗഖ്യമാക്കി, ശാരീരിക സൗഖ്യം നൽകി. എന്നാൽ ഇവിടെ ഇതാ യേശുവിനെ സൗഖ്യമാക്കുവാൻ സാധ്യമാകാത്ത ഒരു കൂട്ടം കൂനന്മാര് യേശുവിന്റെ മുമ്പിൽ വാഗ്വാദങ്ങളുമായി വരികയാണ്. എന്തിന് നീ ഇതിപ്പോൾ ചെയ്തു? ആ കൂനിനെ യേശു സൗഖ്യമാക്കിയോ? അവിടെ ഒരു ചോദ്യചിഹ്നം കൊണ്ട് അവസാനിക്കുക. അവരെല്ലാവരും നാണിച്ച് അവിടെ പോവുകയാണ്. രണ്ട് കൂന് ഉള്ളവരെ അവിടെ കാണുന്നു. ഒന്ന്, ശാരീരികമായിട്ടുള്ള സൗഖ്യം ആവശ്യമുള്ള ഒരു സ്ത്രീയെ, അവൾക്ക് ശാരീരിക സൗഖ്യമുണ്ടായി, ആത്മീയ സൗഖ്യമുണ്ടായി. എന്നാൽ മതത്തിന്റെ കൂന് ബാധിച്ചവർ, മതത്തിന്റെ മത്ത് വീഞ്ഞ് അവർ കുടിച്ച്, മതമെന്ന് പറയുന്ന ആ റിലീജിയസ് സ്പിരിറ്റുള്ള ലീഗലിസ്റ്റിനെ, അവർക്ക് യേശുവിന്റെ സൗഖ്യം തിരിച്ചറിയുവാൻ സാധ്യമാകാതെ അവർ വീണ്ടും അവരുടെ കൂന് കൊണ്ട് തന്നെ ഒരു കൂട്ടം കൂനന്മാർ ഭവനത്തിലേക്ക് പോയി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാൻ ഒരു മുഖാന്തരമുണ്ട്. ആമേൻ, സ്തോത്രം. കൂന് മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ്, ദാവീദ് ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തിൽ നിന്ന് പെട്ടകം ചുമന്നുകൊണ്ട് വന്ന സമയത്ത് വചനം ഇങ്ങനെ പറയുന്നു, ദാവീദ് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ സ്തോത്രം ചെയ്തു. ശൗലിൻ്റെ മകൾ മീഖൾ ഇത് കണ്ടു. പ്രൈസ് ഗോഡ്. ശൗല് ഈ പെട്ടകം കിട്ടിയപ്പോൾ, കൂന് മാറിയപ്പോൾ, ദൈവിക സന്തോഷം ഭവനത്തിൽ വന്നപ്പോൾ അവൻ നൃത്തത്തോടെ പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ സ്തോത്രം ചെയ്തു. ഇത് കണ്ടപ്പോൾ ഭാര്യ അങ്ങ് ദൂരെ നിന്ന് നോക്കിയാണ്. അടുത്ത രണ്ടാമത്തെ കൂനിയെ കാണാൻ പറ്റും കൊട്ടാരത്തിലിരുന്നു കൊണ്ട്. ആമേൻ. അവൾ ഇങ്ങനെയാ പറയുന്നത്, നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതമാക്കുന്നത് പോലെ, ദാവീദേ എന്താ നീ ഇത് ചെയ്യുന്നത്? ഒരു നിസ്സാരനായി പോയല്ലോ നീ. പ്രൈസ് ഗോഡ്. ദാവീദ് ഇങ്ങനെയാ പറഞ്ഞത്, യഹോവയുടെ സ്തോത്രം, ജനമായി ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതേ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. ഞാൻ ഇനിയും ഇതിലധികം ഹീനവും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. പ്രൈസ് ഗോഡ്. ദാവീദ് പറയുക, ഇനി അങ്ങോട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഉള്ളൂ. പ്രൈസ് ഗോഡ്. കാരണം അവൻ എൻ്റെ കൂന് മാറ്റി. പ്രൈസ് ഗോഡ്. അവൻ എനിക്ക് സൗഖ്യം നൽകി. ഞാൻ ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെയാണ്, ഇതിനേക്കാളും ഹീനവും ഇതിനേക്കാളും എന്ത് ചെയ്യാം, എളിയവന് ഞാനായി തീരുവാൻ പോവുകയാണ്. കൂന് മാറിയവർ എളിമപ്പെടും. കൂന് മാറിയവർ ദൈവസന്നിധിയിൽ വിനയമുള്ളവരായി തീരും. പ്രൈസ് ഗോഡ്. ഈ രണ്ടാമത്തെ കൂട്ടരെ നമ്മൾ നോക്കുന്ന സമയത്ത് എത്രയോ മോശമാണ് അല്ലേ? എല്ലാ ചർച്ചിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് പേര്. ഒരു ദൈവദാസൻ ഇങ്ങനെ അവരെ വിളിച്ചിരിക്കുന്നത് ഐസ് വാട്ടർ കമ്മിറ്റി, അതായത്
ഐസ് വെള്ളം കൊണ്ട് നടക്കുക. അതായത് ഒരു ബക്കറ്റിനകത്ത് മുഴുവനും ഐസ് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പുതിയ സൗഖ്യമോ ഒരു പുതിയ കാര്യമോ നടന്നാൽ ഉടനെ കോരി ഒഴിച്ച് തണുപ്പിക്കുക. ആമേൻ, സ്തോത്രം. ആമേൻ. they say that ദൈവം ഒരു തീ കത്തിക്കുന്ന സമയത്ത് വെള്ളം കോരി ഒഴിച്ച് അതിനെ കെടുത്താൻ വേണ്ടി കുറേ പേര് അവരിങ്ങനെ പറയും, we don't do things around here like this. ഇങ്ങനെയല്ല ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. We never done this way before. ഞങ്ങൾ ഇങ്ങനെയല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. എന്നാൽ യേശു അങ്ങനെയുള്ളവരെ സ്നേഹിക്കുകയാണ്. ഇവിടെ യേശു ആരെയും ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. യേശു ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നൽകുന്ന ഒരു പ്രധാന സന്ദേശം ഇതാണ്. ദൈവമക്കളോട്, പരീശന്മാരോട്, അവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്ന ഒരു സന്ദേശം ഇതാണ്: ദൈവത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യനെ കെട്ടാനുള്ളതല്ല, മറിച്ച് അവരെ സ്വതന്ത്രരാക്കാനുള്ളവരാണ്. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ നിയമങ്ങൾ കൊണ്ട് ദൈവമക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ലെങ്കിൽ അത് ബഹുമാനം മനുഷ്യനെ നഷ്ടപ്പെടുന്ന, ആമേൻ, സ്തോത്രം, വെറും ഭാരങ്ങളായി തീരുകയുള്ളൂ. എന്നാൽ യേശു പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം അപ്പുറമായി ദൈവം നോക്കുന്നത് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആമേൻ, സ്തോത്രം. So let me conclude my word today. You will find no religion on earth. You will find no person on earth like this other than Jesus, that loves people more than system. Amen. മനുഷ്യന്റെ ചട്ടക്കൂട്ടുകളെ അല്പനേരത്തേനൊന്ന് അഴിച്ചതിന് ശേഷം മനുഷ്യനെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്ന ഒരു രക്ഷകനെയും ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുകയില്ല. Praise God. നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കേണ്ട ആ സമയമാകുമ്പോൾ എൻ്റെ യേശു നിയമങ്ങളും ശബത്തും നോക്കിയില്ല. അവൻ നിന്റെ ജീവിതത്തോട് അടുത്ത് വരും, അവൻ നിന്നെ സൗഖ്യമാക്കും. സ്തോത്രം. എൻ്റെ യേശു നല്ലവനാണ്, അവൻ സ്നേഹവാനായ നിന്റെ ജീവിതത്തോട് ഇന്ന് രാത്രിയിൽ നടന്നെടുക്കുകയാണ്. വിശ്വാസത്താൽ നമുക്കതിനെ സ്വീകരിക്കാം. എല്ലാ കണ്ണുകളെയും ദൈവത്തിൽ അടച്ച് നമ്മുടെ വലതു കരങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തി നമുക്ക് പറയാം, അത് എൻ്റെ ജീവിതത്തിലുണ്ട് അനുഭവങ്ങൾ. ഞാൻ തന്നെ വിശ്വസിച്ചിരിക്കുന്ന കൂനിന്റെ അനുഭവങ്ങളുണ്ട്. എനിക്ക് തന്നെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വിശ്വസിച്ചിരിക്കുന്ന സാത്താന്റെ ഇടങ്ങളുണ്ട്, സാത്താന്റെ കുറ്റികളുണ്ട്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ അതെല്ലാം പറഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എനിക്ക് സൗഖ്യമുണ്ടാകട്ടെ. നമ്മുടെ കരങ്ങളെ അടിച്ച് അല്പസമയം ശക്തി പ്രാപിക്കാം. നമ്മുടെ കരങ്ങളെ അടിച്ച് ബലം പ്രാപിക്കാം. നിങ്ങളുടെ കരങ്ങളുടെ ചങ്ങലകൾ വെട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പാദങ്ങളിൽ തളച്ചു വെച്ചിരിക്കുന്ന എല്ലാ ചങ്ങലകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. നീ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ട ദൈവമൈതനാണ്. നീ കൂനിയിരിക്കേണ്ടവളല്ല. ബഹുമാനത്താൽ ബഹുമാനം അണിയേണ്ടവളാണ് നീ. ബഹുമാനം അണിയേണ്ടവളാണ് നീ. സൗഖ്യമുണ്ടാകുന്ന ദൈവമക്കളെ, വിശ്വാസത്താൽ സൗഖ്യത്തെ പ്രാപിച്ചെടുക്കുക. നിന്റെ മുമ്പിലുള്ള ശത്രുവിന്റെ ആ ചങ്ങല പൊട്ടിമാറട്ടെ. കൂലിന്റെ അനുഭവങ്ങൾ മാറട്ടെ. ആത്മീയവും ഭൗതികവും ശാരീരികവുമായി നിന്നെ തളർത്തിയിട്ടിരിക്കുന്ന ശത്രുവിന്റെ സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ